മലപ്പുറം പൂക്കോട്ടൂരിൽ തീപിടുത്തം. മൈലാടിയിലുള്ള ചെരുപ്പ് കമ്പനിക്കാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഈ തീപിടുത്തം എപ്പോഴാണ് ഉണ്ടായത്? എങ്ങനെ തീ പടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? തീ അണച്ചോ? അമൃത, അല്പം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായതായുള്ള വിവരം പുറത്തു വരുന്നത്. വിവരമറിഞ്ഞ ഈ ഉടൻ തന്നെ മലപ്പുറത്തു നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ്. പൂക്കോട്ടൂരിലെ മൈലാടിയിലുള്ള ചെരുപ്പ് കമ്പനിയിലാണ് ഇത്തരത്തിൽ തീപിടിച്ചിരിക്കുന്നത്. ഇവിടെ ചെരുപ്പിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്, ഫാക്ടറി ഏരിയയാണ്. അവിടെയാണ് ഈ കമ്പനിക്ക് ഉള്ളിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം തന്നെ, വ്യാപകമായിട്ടുള്ള വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൃത, ജംഷീർ, ഇതിന് തൊട്ടടുത്ത് മറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ? അങ്ങോട്ട് തീ പടരാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും സമീപത്ത് മറ്റു കെട്ടിടങ്ങളുണ്ട്. എന്നാൽ സമീപത്തൊരു ഉള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ തീ ഇപ്പോഴും ആളി പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെരുപ്പ് കമ്പനിയാണ് എന്ന് അറിയുന്നു. ഇവിടെ ജീവനക്കാരോ ആളുകളോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണോ? ഏതായാലും വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളത് ഈ അപകടം ഉണ്ടായി. അതായത് ആദ്യഘട്ടത്തിൽ ഈ തീ ഉയരുന്നത് കണ്ടു തന്നെ തൊഴിലാളികൾ പുറത്തേക്ക് ഓടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആളപായം ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കൂടുതൽ ഫയർഫോഴ്സ് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമ്മൾ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും. അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആർക്കും പരിക്കേറ്റതായുള്ള വിവരമൊന്നും ലഭ്യമായിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ തീ ഉയരുന്നത്, പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ അവിടെ ഉണ്ടായ തൊഴിലാളികളും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഇനി തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും മറ്റും തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വം നടത്തുന്നത്. തീവ്രമായ രീതിയിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മൈലാടിയിലെ ചെരുപ്പ് കമ്പനിയിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്.